നമസ്കാരം. കവിയൂർ പൊന്നമ്മ അഭിനയിച്ച 2 സിനിമകളിൽ ഉണ്ണി നീ എവിടെയാ, എൻ്റെ ഉണ്ണിയല്ലേ അത് എന്ന് ചോദിക്കുന്ന ഡയലോഗുണ്ട്. ഇതുപോലെ മരക്കുറ്റി ചാനലിൻ്റെ മുതലാളിമാരും ചോദിച്ചിറങ്ങിയിരിക്കുകയാണ്, ഉണ്ണി നീ എവിടെയാ, ഇറങ്ങി വാ ഉണ്ണി. ഇതൊന്നും കേൾക്കാതെ പിൻവിളികൾക്ക് കാതോർക്കാതെ ഉണ്ണി എന്ന ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിൽ ചെന്ന് കയറിയിരിക്കുകയാണ്. പിണറായി വിജയൻ്റെ 4ാം വാർഷികത്തിൽ സമ്മാനമായി കിട്ടിയ വിള്ളലുകൾ പോലെ ഏഷ്യാനെറ്റിനെ മറികടന്ന് 1ാം സ്ഥാനത്തെത്തിയ റിപ്പോർട്ടർക്കും കിട്ടി ആനന്ദാതിരേകത്തിനിടയിൽ ഒരു പ്രഹരം. ഉണ്ണിസാർ എന്നെല്ലാവരും വിളിക്കുന്ന ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ചാനലിനോട് ഗുഡ് ബൈ പറഞ്ഞു. അദ്ദേഹം ഏഷ്യാനെറ്റിലേക്ക് പോയി. ആണുങ്ങളും 2 പെണ്ണുങ്ങളും കൂടിയിരുന്ന് എഡിറ്റേഴ്സ് മീറ്റ് നടത്തുന്നതിനിടയിൽ അവലക്ഷണം പോലെ ചാനലിൻ്റെ മുതലാളിയും കയറിയിരുന്നതോടെ അതിൻ്റെ നിലവാരം മനുഷ്യന് മനസ്സിലായി. ഇദ്ദേഹത്തെക്കാൾ വലിയ ചാനൽ മുതലാളിയാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം എപ്പോഴെങ്കിലും അവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കിടയിൽ കോട്ടുമിട്ട് കയറിയിരുന്ന് വാർത്ത വായിച്ചിട്ടുണ്ടോ, അഭിപ്രായം എഴുന്നള്ളിച്ചിട്ടുണ്ടോ? സ്വന്തം കേസിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാനുള്ള പിണറായി സ്തുതികളാണ് മുതലാളിമാർ റിപ്പോർട്ടർ ചാനലിലിരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിനുസ ശിരസ്കനും മുതലാളിയും പിണറായി ഭക്തിയിൽ ആറാടുമ്പോൾ സുജയ പാർവതി സംഘസങ്കീർത്തനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. സ്മൃതി പരുത്തിക്കാട് പിണറായി വിരുദ്ധത കൊണ്ട് കമ്മികളുടെ ദഹനക്കേടായി. ഇതിനിടയിൽ അല്പമെങ്കിലും വിവരവും വെള്ളിയാഴ്ചയുമുണ്ടെന്ന് മനുഷ്യന് മനസ്സിലായത് ഉണ്ണി ബാലകൃഷ്ണന് മാത്രമാണ്. സീനിയർ മാധ്യമപ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണൻ നിഷ്പക്ഷവും കൃത്യവുമായ നിലപാടുകളിലൂടെ തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചു. വാർത്താമുറിയെ എങ്ങനെ വിവരക്കേടിൻ്റെയും വിളിച്ചുകൂവലിൻ്റെയും വ്യാജ വാർത്തകളുടെയും തള്ളുവൃത്താന്തങ്ങളുടെയും പണിപ്പുരയാക്കി മാറ്റാമെന്ന് റിപ്പോർട്ടർ ചാനൽ കുറേ നാളായി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാപണ്ഡിതനായും അശ്വാരൂഢനായും ചിലപ്പോൾ ചായക്കോപ്പ കയ്യിലെടുത്തും അരുൺകുമാർ കാച്ചിവിടുന്ന വിവരക്കേടുകൾ ചില്ലറയൊന്നുമല്ല. കൈരളിയേക്കാൾ കൂടുതൽ പിണറായി ഭക്തിയാണ് റിപ്പോർട്ടർ ചാനൽ കാണിക്കുന്നത്. അതിനാൽ തന്നെ കമ്മികൾ അവിടെ തടിച്ചുകൂടി. കൈരളി ചാനൽ തിരിഞ്ഞു നോക്കാത്തവരും റിപ്പോർട്ടറിൻ്റെ ആരാധകരായി. ഏഷ്യാനെറ്റിനെ റേറ്റിംഗിൽ അവർ മറികടന്നതോടെ കമ്മികൾ ആർപ്പ് വിളിച്ചു. സർക്കാരിൻ്റെ 4ാം വാർഷികത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചർച്ചയിൽ മുതലാളി നടത്തുന്ന പിണറായി സ്തുതി കേട്ടാൽ രോമാഞ്ചമുണ്ടായി കാണും കൈരളിക്കും ദേശാഭിമാനിക്കും വരെ. പറക്കോട്ട് ചന്തയിൽ പോലുമില്ലാത്ത ബഹളവും ഒച്ചപ്പാടും പക്ഷം ചേരലുമായി അവർ വാർത്താ നേരങ്ങളെ കാളച്ചന്തയാക്കി മാറ്റി. ഉണ്ണി ബാലകൃഷ്ണൻ വിട്ടുപോയത് റിപ്പോർട്ടറിന് കനത്ത തിരിച്ചടിയായി. സുജയ പാർവതി എപ്പോൾ വേണമെങ്കിലും പോകുന്ന നിലയിലാണ്. അഥവാ സുജയ പാർവതിയും പോരുകയാണെങ്കിൽ ആ പുണ്യശിരസ്കനും മരമുതലാളിമാർക്കും ഓരോന്ന് കൊടുക്കാനുമിടയുണ്ട്. ഒക്ടോബറിൽ മെസ്സിയെ കൊണ്ടുവന്നില്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ബാധ്യതയും ചാനലിന് ഉണ്ടാകും. കിണറ്റിലിറങ്ങി ഓരിവെള്ളം കോരുന്ന നികേഷ് പോയതുകൊണ്ട് ആ ചാനലിന് ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഉണ്ണി പോയത് അതുപോലെയല്ല. മരത്തിൽ നിന്നും ഒരു കിളി പറന്നു പോകുന്ന പോലെയല്ല കടയ്ക്കൽ കത്തിവയ്ക്കുന്നത്. ഒന്നുകിൽ കാശ് കൊടുത്ത് ചാനൽ വാങ്ങിയവന് വകതിരിവ് വേണം, മാധ്യമ ബോധ്യം വേണം, അല്ലെങ്കിൽ കാശ് വാങ്ങി പണി ചെയ്യുന്നവർക്ക് വകതിരിവ് വേണം. ഇത് രണ്ടും ആ ചാനലിൽ ഇല്ല. ഒന്നുമില്ലെങ്കിലും ഗുരുവായ ശ്രീകണ്ഠൻ നായരെ ചതിച്ചിറങ്ങിപ്പോന്ന മഹാശിരസ്കൻ ഇനി ശരിക്കും വിയർക്കാൻ പോകുന്നതേയുള്ളൂ. ചിന്താവിഷ്ടയായ ശ്യാമളയുടെ അവസ്ഥയിലാണ് സ്മൃതിയുടെ ഇരിപ്പും ഭാവങ്ങളും. എപ്പോഴും ഒരു വിഷാദ ഭാവം. നാക്കിൻ്റെ പച്ച കൊണ്ട് മാത്രമാണ് സുജയ പിടിച്ചു നിൽക്കുന്നത്. ഏഷ്യാനെറ്റിൽ നിന്നും കുറേ ആളുകളെയും കൂട്ടി ഒരിക്കൽ ഇറങ്ങിപ്പോന്ന ഉണ്ണി ബാലകൃഷ്ണൻ വീണ്ടും ആ പടിക്കൽ ചെന്ന് നിന്ന് കരയേണ്ടി വന്നത് കഷ്ടം തന്നെ. അപ്പോൾ എത്രമാത്രം ആ മനുഷ്യൻ അവിടെ അനുഭവിച്ചു കാണും. മരംമുറിക്കോടാലികളുടെ തനിക്കൊണം മനസ്സിലായപ്പോഴാണ് ഉണ്ണി ഗുഡ് ബൈ പറഞ്ഞത്. വാർത്തകളെ വിറക് വിലയ്ക്ക് വിൽക്കാമെന്ന് ചിന്തിക്കുന്നവർക്കൊപ്പം കഴിയുന്നതിലും ഭേദം ഏഷ്യാനെറ്റിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങുന്നതാണെന്ന് ഉണ്ണിക്കറിയാം. പാർട്ടി മാറുന്നതിനും ചാനൽ മാറുന്നതിനും യാതൊരു ഉളുപ്പമില്ലാത്തവർക്കിടയിൽ ഇന്നും അന്തസ്സോടെ തല ഉയർത്തി നിൽക്കുന്നത് ഏഷ്യാനെറ്റിലെ വിനു ബി ജോണും സിന്ധു സൂര്യകുമാറും ഒക്കെയാണ്. നന്ദി.